മക്കളുണ്ടോ? ഓഹോ, സ്നേഹിതന്റെ കുട്ടിയെ കാണാൻ വന്നാണോ? അല്ല, ഇതാണ് റാണിയോ? ഇന്നെന്താ രണ്ടുപേരും ഒരുമിച്ച് ബിന്ദുവിനെ കാണാൻ വന്നത്? ഇല്ല സിസ്റ്റർ, ഞങ്ങൾ ഒരുമിച്ച് വന്നതല്ല. ഞാൻ മാത്രമേ ബിന്ദുവിനെ കാണാൻ വന്നുള്ളൂ. ഈ മനുഷ്യൻ വേറെ ഏതോ കുട്ടിയെ കാണാൻ വന്നതാ. ശരിയാണോ മിസ്റ്റർ രാജേന്ദ്രൻ? നിങ്ങൾക്ക് പിന്നെ ഏത് കുട്ടിയാണ് കാണേണ്ടത്? ക്ഷമിക്കണം സിസ്റ്റർ, എനിക്കും ബിന്ദുവിനെ തന്നെയാണ് കാണേണ്ടത്. ശരി, ഞാൻ പോയി ബിന്ദുവിനെ കൂട്ടിക്കൊണ്ടുവരാം. അപ്പൊ നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുമല്ലേ? കള്ളൻ. ആദ്യം പറഞ്ഞ സത്യം, രണ്ടാമത് പറഞ്ഞ് ശരിയല്ല. വേറെ വല്ലവരുമാണ് എന്റെ മുഖത്ത് നോക്കി കള്ളനെന്ന് വിളിച്ചിരുന്നെങ്കിൽ വിളിച്ചവളുടെ തടി വാഴപ്പിട്ടി പോലെ ഇവിടെ കിടന്നുള്ളുമായിരുന്നു. കള്ളൻ 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 ഒട്ടനായി അഭിനയിച്ച് ഞങ്ങളെ മുഴുവൻ കബളിപ്പിക്കായിരുന്നല്ലേ? നിങ്ങൾക്കും എന്റെ മോൾക്കും തമ്മിൽ എന്താണ് ബന്ധം? നിങ്ങൾ അവളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണോ? ഞാൻ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ തീർച്ചയായും ബിന്ദുമോൾ എന്റെ കൂടെ വരും. മോളെ, അങ്കിളിന്റെ കൂടെയാണ് മമ്മി വന്നത്. മോള് വരൂ, നമുക്ക് പാർക്കിൽ പോവാം. അങ്കിളും വരട്ടെ മമ്മി. ബിന്ദുമോൾ വിളിച്ചാൽ അങ്കിൾ വരാതിരിക്കുമോ? സിസ്റ്റർ, ഞങ്ങൾ കുട്ടിയൊന്ന് വെളിയിൽ കൊണ്ടുപോയി വൈകുന്നേരം തിരിച്ചുകൊണ്ട് വിട്ടേക്കാം. ശരി, വാ ബിന്ദു. വരൂ അങ്കിൾ. നിന്റെ ഒരു അങ്കിൾ വരാനല്ലേ പറഞ്ഞത്? വാ. പോയി കളിക്കും. നിങ്ങൾ എന്തിനാണ് എപ്പോഴും എന്റെ മോളെ കാണാൻ വരുന്നത്? എനിക്ക് കുഞ്ഞിനെ ഇഷ്ടമായിട്ട്. കള്ളന്റെ കയ്യിൽ നിന്ന് എന്റെ മോളുടെ മാല പിടിച്ചു വാങ്ങിച്ചു കൊടുത്ത് നിങ്ങളാണല്ലേ? അതെ. സംസാരിക്കാൻ കഴിവുള്ള നിങ്ങൾ ഹോട്ടലിൽ പൊട്ടനായിട്ട് അഭിനയിക്കുന്ന എന്തിനാ? രാധിക എന്തിനാ റാണി എന്ന പേരിൽ ഇവിടെ കഴിയുന്നത്? ഞാൻ രാധികയല്ല. ആണ്. നിങ്ങളെ ഞാൻ കോളേജിൽ വെച്ച് കണ്ടിട്ടുണ്ട്. നമ്മൾ തമ്മിൽ അവിടെ വെച്ച് വഴക്കുണ്ടായിട്ടുണ്ട്. അത് ഞാനല്ല, ഞാൻ റാണിയാണ്. പിന്നെ രാധിക? അതേപറ്റി ഒന്നും എന്നോട് ചോദിക്കരുത്. ചിരിക്കുന്നത്? നിങ്ങൾ പറയുന്നു അവൾ രാധികയാണ്, അവള് പറയുന്നു അവൾ റാണിയാണ്. ഇത് രണ്ടുമല്ല മൂന്നാമതൊരാളാണോ എന്നാണ് എന്റെ സംശയം. രാധി എന്ന പേര് കേട്ടപ്പോ അവളുടെ കണ്ണ് നിറഞ്ഞു. അത് ഞാൻ കണ്ടതാണ്. അയ്യോ, കുരുന്നു കുഞ്ഞിന്റെ വയറും വളർന്ന പെണ്ണിന്റെ കണ്ണും പെട്ടെന്ന് നിറയും. അത് വലിയ കാര്യമാക്കണ്ട. അതുപോട്ടെ, ഈ പെണ്ണിന്റെ പിന്നാലെ ഇങ്ങനെ ചുറ്റുന്നതിൽ വല്ല ദുരുദ്ദേശവും ഉണ്ടോ? ദുരുദ്ദേശം അല്ല, ക്യാബറേ വേഷത്തിലാണല്ലോ അവിടെ ആദ്യമായിട്ട് കണ്ടത്. അതുകൊണ്ട് വല്ല പ്രഥമ ദൃഷ്ടി പ്രണയമോ മറ്റോ? അങ്ങനെയൊന്നുമില്ല. ഒന്നുകിൽ അവൾ രാധിക തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ അവളുടെ സഹോദരിയായിരിക്കും. ഏതായാലും അവളുടെ കണ്ണീരിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. അത് ഞാൻ കണ്ടുപിടിക്കും. അയ്യോ, മുഴുവനും ഒറ്റയ്ക്ക് ഇങ്ങനെ കണ്ടുപിടിച്ചു കളയരുത്. എനിക്കും കണ്ടുപിടിക്കാൻ അല്പം വച്ചേക്കണം.